ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്? സംഭവം വെച്ചാല് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് മിനറവില് കയറ്റിക്കണത്. ഇപ്പൊ അവര് പറയാം കേന്ദ്രയുടെ അപ്രൂവ്ഡ് അല്ലാന്നാണ് സർട്ടിഫിക്കറ്റ്. പിന്നെ മലപ്പുറത്ത് ഇതേപോലെ സംഭവം നടക്കുന്നുണ്ട്. അവിടെ ഫേക്കാന്ന് കമലാ സാർ സമ്മതിച്ചു, പക്ഷെ ഇവിടെ അവർ സമ്മതിക്കണില്ല. ഇത് ഫേക്ക് അല്ല, ഇത് കേന്ദ്രയുടെ അപ്രൂവ്ഡ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് ഇവിടെ പറയണത്. ഇപ്പൊ പഠിച്ചിറങ്ങിട്ട് ജോലി കിട്ടുമല്ലോ ചെയ്തിട്ടുണ്ടോ? ജോലി കിട്ടുന്നുണ്ട്, പക്ഷെ ഈ സർട്ടിഫിക്കറ്റ് എവിടെ ജോലിക്ക് കിട്ടണില്ല. ട്രെയിനിങ്ങിന് കയറുമ്പോൾ പറയാ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളൊന്നും ജോലിക്ക് എടുക്കില്ല എന്നാണ് ഇവിടെ ഒക്കെ പറയണത്. നിങ്ങൾ ഇവിടുത്തെ തൃശ്ശൂരിനാണ് പഠിക്കണേ? അല്ല, ഞാൻ പാരന്റാണ്. പരാതി എഴുതി കൊടുക്കാൻ ഇത് 2006 മുതൽ ഉണ്ടായൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ പഠിച്ചു കഴിഞ്ഞവർക്ക് നമ്മൾ ഇവരുടെ സർട്ടിഫിക്കറ്റ് മുഖാന്തരം പോകുമ്പോൾ ജോലി കിട്ടണില്ല. ഇവരാകെ ചെയ്യണത് ട്രെയിനിങ് കൊടുക്കാണ്. നല്ല നല്ല ഹോസ്പിറ്റലുകൾ കണ്ടെത്തിയിട്ട് ട്രെയിനിങ് കൊടുക്കാം. ആ ട്രെയിനിങ്ങിന്റെ ബേസിൽ 1-2 ഹോസ്പിറ്റലുകൾ അവർക്ക് കണ്ടിന്യൂ ചെയ്യും. ബാക്കി ട്രെയിനിങ് കഴിഞ്ഞ ഒരാൾ ജോലി കിട്ടണില്ല. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് സ്കീമിന്റെ കീഴിലാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിന്റെ ആസ്ഥാനം ഡൽഹിയിലാണെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ചെട്ടിയങ്ങാടിയിലാണ്. അവർ പറഞ്ഞ അഡ്രസ്സിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ ചെട്ടിയങ്ങാടിയിലാണ് അതിന്റെ അഡ്രസ്സ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചു വയ്ക്കുക. SLC +2 സർട്ടിഫിക്കറ്റ് അവർ പിടിച്ചു വയ്ക്കുകയും ഭീമമായ ഫീസ് ഈടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ടീച്ചേഴ്സിന്, അവിടെ പഠിക്കുന്ന ടീച്ചേഴ്സിന്, പ്രിൻസിപ്പാളിന് എക്കണോമിക്സ് ആണ്. ഇവർ പഠിക്കുന്നത് BSCയും മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളിൽ. പ്രിൻസിപ്പാളിനെ സംബന്ധിച്ച് പ്രിൻസിപ്പാളിന് MSc എക്കണോമിക്സ് ഉള്ളൂ. ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നമ്മൾ പ്രശ്നം ഉണ്ടായപ്പോൾ ചോദിച്ചു, ഒരാൾ പോലും വ്യക്തമായ ക്വാളിഫിക്കേഷൻ പറയുക. ബന്ധപ്പെട്ട് 2 ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിനായി അന്വേഷിച്ച് ചെന്നപ്പോൾ ഇത് വാലിഡ് അല്ല, ഇവിടെ നിങ്ങളെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒഴിവാക്കി വിടാണ് ചെയ്തത്. 2 ഹോസ്പിറ്റലല്ല, കുറെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവരൊക്കെ പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വരുമ്പോൾ വിളിക്കുക എന്നുള്ള ഒരു മറുപടി അല്ലാതെ ഞങ്ങൾ ഒരു സ്ഥലത്തും എടുത്തിട്ടില്ല. ഞങ്ങൾ സെൽഫായിട്ട് അന്വേഷിക്കുമ്പോൾ. പിന്നെ ഇവരുടെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റൽസിൽ പോകുമ്പോഴാണ് ഞങ്ങൾ എടുക്കുന്നത്. ആ എടുത്തോടത്ത് ഇവർ തന്ന ഈ സർട്ടിഫിക്കറ്റിന്റെ കോഴ്സിനല്ല ഞങ്ങളെ വെച്ചിരിക്കുന്നത്. ഞാൻ OT-യിൽ ഇതാണ് പഠിച്ചിരുന്നത്. പക്ഷെ അവര് ഞങ്ങളെ നിർത്തിയിരുന്നത് കാഷ്വാലിറ്റിയിലും OP-യിലുമാണ് നിർത്തിയിരിക്കുന്നത്. അവര് പറയുന്ന ചില ഹോസ്പിറ്റലിൽ വെച്ച് മറ്റു ഹോസ്പിറ്റലുകളിലൊന്നും ഇത് അംഗീകരിക്കുന്നില്ല, എടുക്കുന്നില്ല. നിങ്ങളെ പിന്നീട് വിളിക്കുക എന്ന് മാത്രമാണ് മറുപടി പറയണത്. പിന്നെ തൃശ്ശൂർ ദയ ഹോസ്പിറ്റലും കോപ്പറേറ്റീവ് ഹോസ്പിറ്റലും ചെന്നപ്പോഴാണ് ശരിക്കുള്ള കാര്യം മുഖത്ത് നോക്കി അവർ പറയണത്, നിങ്ങൾ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ ഇവിടെ പേഷ്യൻസ് മാറിയിരുന്ന ഡ്രസ്സ് എടുത്ത് വൃത്തിയാക്കാൻ നിങ്ങൾ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് പൈസയല്ലേ ചെലവാവണേന്ന് അവരിങ്ങോട്ടാണ് പറയണത്. ഈ കോഴ്സുകൾക്കൊക്കെ എത്ര രൂപ വരെ ഫീസ് ഈടാക്കിയിട്ടുണ്ട്? 2 വർഷത്തിന് 70,000 രൂപ അവർ വാങ്ങിയിട്ടുണ്ട്. ഏത് കോഴ്സായിരുന്നു? OT-IT. ഏത് മോള് പഠിക്കുന്ന ആളാണോ? ഏത് കോഴ്സായിരുന്നു? 21-23 ബാച്ചായിരുന്നു. കഴിഞ്ഞിറങ്ങിയിട്ട് ഈ സർട്ടിഫിക്കറ്റുമായി ഏതൊരു ഹോസ്പിറ്റലിൽ സമീപിച്ചിരുന്നു? പോയിരുന്നു. കുറെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ദയയിൽ പോയിട്ടുണ്ടായിരുന്നു, കോപ്പറേറ്റീവിൽ പോയിട്ടുണ്ടായിരുന്നു. 2 ഇവള് പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു. 2 ഹോസ്പിറ്റലിൽ എടുക്കില്ല. അവർക്ക് ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് വെച്ചുള്ള പിള്ളേരെ വേണ്ടെന്നാണ് അവർ പറയുന്നത്. അവിടെ ഒരു ലാബ് പോലെ അവർ തന്നിട്ടില്ല. ഒരു സ്കെൽട്ടൻ വെച്ചിട്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ ക്ലാസ് എടുത്ത് തന്നിട്ടില്ല. ഒരു തിയറി ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അവർ എക്സാം വെക്കുമ്പോൾ വെറുതെ മാർക്കിട്ട് പോവാണ്. അല്ലാണ്ട് ഞങ്ങൾക്കൊരു തിയറിയും പ്രാക്ടിക്കലും അവർ പറഞ്ഞു തന്നിട്ടില്ല.